السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട ഫിർദൗസ് സഖാഫി അടക്കമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നത് നമ്മുടെ പഠനകാലമാണ്. പഠനകാലത്ത് എന്തെല്ലാം നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിനുശേഷം നമ്മുടെ പ്രബോധിത കാലത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. നാം പഠനകാലത്ത് സ്വായത്തമാക്കിയ അറിവുകൾ, വിശുദ്ധ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ നമ്മുടെ പ്രബോധിതരായ സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഇസ്ലാം അനുവർത്തിക്കുന്ന, സമ്മതം തരുന്ന എല്ലാ മേഖലയും സ്വായത്തമാക്കുക എന്നതാണ് നമ്മുടെ ദർസുകളിൽ നടക്കുന്ന ഫെസ്റ്റുകളുടെ, ഈ കൂട്ടായ്മയുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത്, ഈ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ വിശുദ്ധരായ പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരക്കുന്നവർ എന്ന നിലയിൽ നമ്മിലേക്ക് ഈ സമൂഹം ഏൽപ്പിക്കപ്പെടുന്ന വലിയ ഉത്തരവാദിത്വമാണ്. ആ പ്രബോധന ദൗത്യത്തെ എങ്ങനെയെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനെല്ലാം മാതൃകയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വഹിക്കാൻ കഴിയും. സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ സമയം അല്ല എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ തന്നെ നമ്മളൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യമായി നമുക്ക് നമ്മുടെ ഉസ്താദുമാർ പാരായണം ചെയ്തു തരുന്ന, ഓതിത്തരുന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നതാണ്. ഈ ഹദീസിൻ്റെ ചർച്ചകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തെ നമുക്ക് പറഞ്ഞു തരുന്നിടത്ത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപറ്റം സ്വഹാബത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹദീസ് ആ സമയത്ത് പറയാനുണ്ടായ പശ്ചാത്തലം? അവിടെ ഹിജ്റക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ചില ആളുകളിൽ ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ ആ യാത്രയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, ആ ഹിജ്റ മറ്റു പല ലക്ഷ്യങ്ങളും അവർക്കതിലേക്ക് കടന്നു വന്നപ്പോൾ, ആ യാത്രയുടെ ലക്ഷ്യത്തെ കൃത്യമായി നിർണയിച്ചു കൊടുക്കലോടുകൂടെ തന്നെ ആ കൃത്യമായ ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റൊരു ലക്ഷ്യം മനസ്സിൽ വന്ന ആളുകളെ കൃത്യമായി ഉപദേശിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഒരു പ്രബോധിത സമൂഹത്തോട് നമ്മുടെ ആശയത്തെ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടതെന്ന്, നാം പഠിച്ച വിവരങ്ങളെ മറ്റൊരാളിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്തു കൊടുക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണത്തെ മുത്തുനബി നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. അങ്ങനെ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സ്വഹാബികളിൽ നിന്ന് മറ്റു ചില ലക്ഷ്യങ്ങൾ വന്ന ആളുകളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പരസ്യമായ ഒരു ശാസനയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അവർക്ക് കാര്യം ബോധ്യമാകുന്ന രീതിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ എന്ന് തുടങ്ങുന്ന ഹദീസ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഈ ഒരു മാതൃകയിലായിരിക്കണം നമ്മുടെ പ്രബോധന ദൗത്യങ്ങളെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരാളെ ശത്രുവായി ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാളോട് നിങ്ങൾ പരസ്യമായ ഉപദേശങ്ങൾ, ശാസനകൾ നടത്താവുന്നതാണ്.
അതല്ല നിങ്ങൾക്കൊരാളെ നന്നാക്കലാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് രഹസ്യമായി നിങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കണമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനർത്ഥം നാം നമ്മുടെ പ്രബോധനം പ്രബോധിതരിലേക്ക് ആവശ്യമായി എഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല രൂപങ്ങളെ, ഏറ്റവും നല്ല മാർഗങ്ങളെ നാം സിദ്ധിച്ചെടുക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ നാം പഠിച്ചെടുക്കുന്ന അറിവുകൾ, ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ രീതിയിൽ, നമ്മുടെ പ്രബോധന ദൗത്യത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നമ്മുടെ ഈ വരയും പറച്ചിലും പാടലും പ്രസംഗങ്ങളും പഠനങ്ങളുമെല്ലാം ഉപകരിക്കട്ടെ എന്ന് ആശംസ പ്രാർത്ഥനയായി അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.